പ്രസവം ഇത്രയും സിമ്പിളായ കാര്യം അറിഞ്ഞിരുന്നില്ല. എത്ര ടെൻഷൻ അടിച്ചു, എത്ര വേദന, എത്ര ആവലാതികൾ, ആ മാസങ്ങളെല്ലാം കടന്നു പോയതൊക്കെ ഓർക്കുമ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഈ പ്രസവം ഇത്രയും സിമ്പിളാണ്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഒരു വിവരവുമില്ല. പണ്ടെല്ലാം പെറ്റ് എണീറ്റ് പോയത് 2 പേർ അരിയടിച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കണ്ടേ? വെയിറ്റ്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ആരെങ്കിലും കൺസീവ് ആയി കഴിഞ്ഞാൽ ഇത് മാരക രോഗമാണെന്ന് ഏതെങ്കിലും കൺസീവായ പെൺകുട്ടികളോ അല്ലെങ്കിൽ വീട്ടുകാരോ അതിന് അങ്ങനെ വിചാരിക്കാറുണ്ടോ? ഈ പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പ്രസവമാണോ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് സുഖപ്രസവം എന്ന്. സുഖപ്രസവം നടത്തിയവർക്കറിയാം അതത്ര സുഖമാണോ, അതെത്ര വേദനയാണോ എന്നുള്ളത് അറിയാം. അങ്ങനെ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണോ ഈ സുഖപ്രസവം എന്ന് പറയുന്നത്? ഒരു സ്ത്രീ ഒരു പ്രസവിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഹാർട്ട് ബീറ്റൊക്കെ ഏത് പീക്ക് ലെവൽ വരെ പോയിട്ട് വരുന്നതാണ്. എന്തും സംഭവിക്കാം അല്ലേ? നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ആവലാതിയോടെ കാത്തിരിക്കുന്നതാണ് അമ്മയും കുഞ്ഞും ഒന്നും സംഭവിക്കാതെ വരണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ് ആ ഒരു വേദന സഹിച്ച് ആ കുഞ്ഞ് പുറത്തു വരുന്നവരെ. ഇനി ഇപ്പോഴത്തെ പെൺപിള്ളേർക്കെല്ലാം പ്രസവം എന്തോ മാരക രോഗമാണെന്നും അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ട് പോയി ഈ സിസേറിയൻ ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കഴിഞ്ഞു ഒരു സിസേറിയനൊക്കെ എത്ര രൂപ ചെലവുണ്ട്. ആരെങ്കിലും പോയിട്ട് നമുക്ക് പ്രസവിക്കേണ്ട, സിസേറിയൻ ചെയ്താൽ മതി, ഇല്ലാത്ത കാശുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം വിറ്റിട്ട് ആശുപത്രിയിൽ പണം അടിച്ചിട്ട് സിസേറിയൻ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ സിസേറിയൻ അതെന്തത്ര ഈസിയാണ്? അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ വേദന, അത് കിടക്കുന്ന റെസ്റ്റ്, അതൊക്കെ അത്ര ഈസിയാണ്. ഇങ്ങനെ ഇതെന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത്? പുള്ളിയുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് എന്തും മണ്ടത്തരും വിളിച്ച് പറയാ, ഈ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറയാ എന്നുള്ളത്. പുള്ളി അതൊരു എന്താ പറയുക, ലൈസൻസ് അങ്ങ് എടുത്തിരിക്കുകയാണ് ആർക്ക് നേരെയും എന്ത് കാര്യങ്ങളും പറയാന്നുള്ളത്. ഇനിയിപ്പോൾ പുള്ളിയുടെ കിളി പാറിപ്പോയതാണോ? ഇത് കേട്ടിട്ട് ഇതുവരെ ഞാൻ ഈ ഒരു ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയുന്നില്ല, ഈ മീരാസ് വ്ലോഗിലൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരുന്ന. ഇതെങ്കിലും എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ അഖിൽ മാരാറിന് 2 പെൺമക്കളുണ്ട്. പുള്ളിയുടെ വൈഫും ഇതുപോലെ പ്രസവിച്ചതാണ്. ഇനിയിപ്പോൾ അത് എൻജോയ് ചെയ്ത് പ്രസവിച്ചതാണോ, ഇനിയിപ്പം ആശുപത്രി കൊണ്ടുപോയിട്ട് സിസേറിയൻ നടത്തിയതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പുള്ളി അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, പുള്ളിയുടെ ഭാര്യ ഇതുപോലെ ഇങ്ങനെ എൻജോയ് ചെയ്താണോ പ്രസവിച്ചത്? അതൊന്ന് വെളിപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ, ഇവർ കുറേ നടന്ന് കുടുംബം ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം അതുകൂടി ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു. പുള്ളി ഒന്നും കരയുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക ആവലാതിപ്പെടി പുള്ളിയുടെ വൈഫ് ലക്ഷ്മി അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പണ്ടത്തെ പെണ്ണുങ്ങൾ പണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും എല്ലാം സൗകര്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. പണ്ട് നമ്മൾ ഈ ക്യാൻസർ എന്ന് പോലെയുള്ള ഈ മാരക അസുഖങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിലൊക്കെ കേൾവിയുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത് അങ്ങനെയെല്ലാം നമ്മളൊരു പനി ജലദോഷം പിടിക്കുന്ന രീതിയിലാണ്, അങ്ങനത്തെയൊക്കെ ഒരു അസുഖം കേൾക്കുന്ന രീതിയിലാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നതും ഇല്ലേ? എൻ്റെ വീട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് വന്നതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ ചുറ്റുപാട്, അന്നത്തെ കാലാവസ്ഥയിൽ, അന്നത്തെ സമൂഹത്തിൽ ജീവിച്ച രീതിയാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതശൈലി അങ്ങനെയാണോ? അല്ലേ? അന്ന് എന്താ പറയുക, ചൂടുകാലം എന്നുള്ളതൊന്നും അത്ര അറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വറുത്ത് കോരി എടുക്കുക, ചുട്ടുപൊള്ളിയിട്ട് വെള്ളം കിട്ടാനില്ല, അതുപോലെ ചൂട്, മറ്റെല്ലാത്തിനും നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാലാവസ്ഥയെ മാറി മറിഞ്ഞു. നമ്മളൊന്നും പ്രവചിക്കുന്ന പോലെയല്ല. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ, ഈ അഖില് പറയുന്ന പോലെ ഈ പ്രസവം അങ്ങ് വീട്ടിലങ്ങനെ എൻജോയ് ചെയ്ത് പ്രസവിക്കാൻ പറ്റിയ കാലഘട്ടമാണ്. അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. ആ പഴയ ശരീരഘടനയാണ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത്. പഴയ പോലെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പണ്ട് അധികം പേരും ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. ഈ പറയുന്ന ഒരു വയറ്റാട്ടി പോലുള്ളവർ പ്രസവം നടത്തിയതും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും വന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് പ്രാക്ടിക്കലി അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പുള്ളി അപ്പോൾ ഏത് കാലഘട്ടത്താണ് ഇരിക്കുന്നത്? വായി തോന്നിയത് എന്തും വിളിച്ചു പറയാം, തോന്നിയാസം വിളിച്ചു പറയാം എന്നുള്ളത് പുള്ളി അങ്ങ് ലൈസൻസ് എടുത്ത് വെച്ചിരിക്കുക. കാരണം പുള്ളിക്ക് എന്തും പറയാനുള്ള ഗഡ്സ് ഉണ്ട്.
അതൊരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്ത് പൊട്ടത്തരമാണെങ്കിലും അതങ്ങ് വിളിച്ചു പറയുക, ചാനലിൽ കയറിയിരുന്ന് വിളിച്ചു പറയുക, അത് ചോദ്യം ചെയ്യുക. പുള്ളിക്ക് അതിനുള്ള ഒരു തൻ്റെ ഇടം ഒരു ജന്മനാ കിട്ടിയ പോലെയാണ്. അതുകൊണ്ട് എന്ത് പറയാ എന്നുള്ളതല്ലാതെ ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ട്. നാല് കേൾവി മുഖത്ത് നോക്കി കേൾക്കണം എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ അതിന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ പറയുന്നത് പൊട്ടത്തരമാണെന്ന് പുള്ളിക്കും അറിയാം, പുള്ളിയുടെ വീട്ടുകാരും ഇത് പറയുന്നുണ്ടാവും, ഒരുപക്ഷെ ഭാര്യ വരെ പറയുന്നുണ്ടാവും, എന്തോ മനുഷ്യൻ നിങ്ങൾ ഈ പോയിട്ട് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. കാരണം അവരെങ്ങനെ പ്രസവിച്ചു എന്നുള്ളത് ഈ അഖിലിനും അറിയാം, അഖിലിനെ എങ്ങനെ പ്രസവിച്ചു എന്നുള്ളത് എല്ലാവരും. എല്ലാ സ്ത്രീകൾക്കും പ്രസവം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല. പണ്ട് നമ്മൾ ഹോസ്പിറ്റലൊന്നും പോകാൻ പണമുള്ളവർക്ക് പോകാം, അല്ലാത്തവർക്കെല്ലാം നല്ല കഴിവുള്ള വയറ്റാട്ടികൾ ആ ഒരു പ്രസവം നോക്കി എന്നുള്ളതുകൊണ്ട് അന്ന് അതൊക്കെ സുരക്ഷിതമായിരുന്നു എന്നുള്ളതുകൊണ്ടും ഇന്ന് പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമേ ഇല്ല. എത്രയോ എടുത്ത് ആശുപത്രി എത്തും മുൻപേ സംഭവിച്ചൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ കുഞ്ഞു പോയി അല്ലെങ്കിൽ അമ്മ പോയി എന്നുള്ളതൊക്കെ. നമുക്ക് ഇതുപോലത്തെ ഒരു ഡേറ്റ് ആകുന്നതിന് മുൻപേ, അതുകൊണ്ടാണ് കുറച്ച് ദൂരെയുള്ളവരും കൂടി ഡേറ്റ് ആകുന്നതിന് മുൻപേ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി വേണ്ട ചികിത്സ നേടി പ്രസവം നടത്തുന്നതാണ്. അപ്പോഴേ സുരക്ഷിതത്വമുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ചില ഹോസ്പിറ്റലുകൾ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്, ചില ഡെലിവറി ആകട്ടെ, ചില വേറെ എന്തെങ്കിലും ആവട്ടെ, അതും അബദ്ധം സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും ഓപ്പറേഷൻ തിയേറ്ററിൽ വയറ്റിനകത്ത് മറന്നു വെക്കുന്നത് നമ്മൾ ഈ വാർത്തകൾ വായിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഇതെല്ലാം സഹിച്ച് ആണ് ജീവിക്കുന്നത്. ഓരോ പെണ്ണും പ്രസവിക്കുന്നത് അത്ര ഈസി ആയിട്ടൊന്നുമല്ല. അതിപ്പോൾ ഈ അഖിലിനെ പോലുള്ളവർക്ക് പൊട്ടത്തരം വിളിച്ചു പറയാൻ പറ്റും. ഏത് പൊട്ടനും ഇത് വിളിച്ചു പറയാൻ പറ്റും. പക്ഷേ ഇത് ഈ പറയുന്ന അഖിൽമാരാർ വിളിച്ച് പറയുമ്പോൾ അവരുടെ ഭാര്യ പ്രസവിച്ച രീതിയും കൂടെ അവിടെ ഇരുത്തിയ ഒരു ഇന്റർവ്യൂ, അവരുടെയും കൂടെ ഒരു ഇന്റർവ്യൂ ഇടണമായിരുന്നു. അല്ലാതെ ചുമ്മാ കണ്ണു പഠിച്ചിട്ട് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് വിവരമില്ലെന്നും ഹോസ്പിറ്റലിന് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ആരെങ്കിലും തലയ്ക്ക് ഓളം ഉണ്ടോ? ഹോസ്പിറ്റലിന് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ പെണ്ണും ആഗ്രഹിക്കുന്നത് സിസേറിയൻ ആവരുതേ. കാരണം നമ്മൾ വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് നെഞ്ചെടുപ്പോടുകൂടിയാണ് ഒരു കുടുംബം ആശുപത്രി പോകുമ്പോൾ സിസേറിയൻ ആവരുതേ, അല്ലെങ്കിൽ എങ്ങനെ ആവരുതേ, എങ്ങനെയെങ്കിലും വേദന സഹിച്ചാൽ കുഴപ്പമില്ല, ഒരു നോർമൽ ഡെലിവറി ആയാൽ മതി തന്നെയാണ് എല്ലാവരും. ആ ഒരു സഹിച്ച ആ ഒരു സമയമല്ലേ ഉള്ളൂ. ഓപ്പറേഷൻ കഴിയുമ്പം അടുത്തൊരു 3-4 മാസം ഉണ്ടാകുന്ന നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിനേക്കാൾ ബെറ്റർ ഈ ഒരു ദിവസം നമ്മൾ ഈ ഒന്ന് വേദന സഹിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നതാണ് 99% പെൺകുട്ടികളും. അപ്പൊ അങ്ങനെ ഇരിക്കെ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തുള്ളവർക്ക് വിവരമില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. മാരകമായ അസുഖം, ഈ കൺസീവ് ആകുക എന്നുള്ളത് അസുഖമാണ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ, ഈ വിദ്യാഭ്യാസമുള്ള കാലഘട്ടത്തിൽ ആരങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പൊട്ടത്തരം വിളിച്ചു പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടി അഖിൽമാരാർ വെളിപ്പെടുത്തണമായിരുന്നു. അഖിലിന് 2 പെൺമക്കളുണ്ടല്ലോ, ഭാര്യ 2 പ്രസവം നടത്തിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഇതുപോലെ എൻജോയ് ചെയ്ത് പ്രസവിച്ചതാണോ? പ്രസവിച്ച് എണീറ്റ് പോയി ഉടനെ 2 കിലോ അരി ഇടിച്ചോ, അത് ഒലയ്ക്കമേൽ ഇടിച്ചോ, അതോ വേറെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് അതും കൂടി ഒന്ന് തെളിവ് നേരത്തിയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് കേൾക്കാമായിരുന്നു. അല്ലാതെ ഇതുപോലത്തെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രതികരിച്ച് പോകുന്നതാണ്.